അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 729 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം 729 ആണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം 3 കൊണ്ട്, അതായത് 9ൽ അവസാനിക്കുന്നത് കൊണ്ട് 3 കൊണ്ടും ചെയ്യാം. അപ്പോൾ 3 കൊണ്ട് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 എടുക്കാൻ പറ്റും. ഇവിടെ ഇത് ഓഡ് നമ്പറാണ്. അതുപോലെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടണം. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ നമ്പറും, അതായത് ഒരു നമ്പറും 1ഉം മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം ആണ്. അടുത്തത് 3ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം ആണ്. പിന്നെ 5, പിന്നെ 7, 9 വരില്ല. 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആയി. പിന്നെ 8 വരില്ല. അതുപോലെ 8, 9 ഇതൊന്നും വരില്ല. പിന്നെ വരുന്നത് 10 വരില്ല, 11. ഇങ്ങനെ 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പറിൽ ഇതിനെങ്ങനെ ഇതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടണം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 3 2s are 6, 12ൽ 4 3s are 12, 3 3s are 9. ഇനി ഇവിടെ പിന്നെയും 3ലാണ് അവസാനിക്കുന്നത്. നമുക്ക് 3 കൊടുക്കാം. 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8 3s are 24, 1 3s are 3. ഇനി ഇതിനെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 2s are 6, 21 7 3s are 21. ഇനി 3 കൊണ്ട് 9. അപ്പോൾ 3 ഇങ്ങനെയാണ് കിട്ടുന്നത് ഇതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 729 എന്ന് പറയുന്നത് 3 × 3 × 3 × 3 × 3 × 3, 1 2 3 4 5 6 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ രണ്ടെണ്ണത്തിൽ നിന്നും ഓരോന്ന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 729 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 × 3 × 3. അപ്പോൾ എത്രയാണ്? 9 3s are 27. അങ്ങനെയാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് 400ൻ്റെ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. 0ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 2s are 4, 2 0 എഴുതുന്നു. ഇനിയും 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 100 എന്ന് വന്നു. പിന്നെയും നമ്മൾ 2 കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 50 വന്നു. പിന്നെയും 2 കൊണ്ടാണെങ്കിൽ 25. ഇനി ഇവിടെ 5ലാണ് അവസാനിക്കുന്നത്. 5ൽ അവസാനിക്കുന്ന നമ്പർ 0ൽ അവസാനിക്കുന്ന നമ്പറെല്ലാം നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 5 കൊടുക്കുക. 5. അപ്പോൾ ഇത്രയാണ്. 5 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ്, അതായത് 400 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 5 × 5. അപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്ന് ഓരോന്ന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറയുന്നത് 2 × 2 × 5. അപ്പോൾ എത്രയാണ് വരുന്നത്? 20. അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1764. 1764നെ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം? 1764 ഇവിടെ ഇവൺ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട്, അപ്പോൾ 2 കൊണ്ട് 8 2s are 16, 16ൽ 8, പിന്നെ 4 ആണെന്നുള്ളത് 2. ഇത് 2 കൊണ്ട് തന്നെ. അപ്പോൾ 4 1 ആയി. ഇനി 441 വന്നാൽ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 3 കൊണ്ട് നോക്കി നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 40ൽ 4 3s are 12, 21. അപ്പോൾ 3 കൊണ്ട് പറ്റും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ. 14ൽ 3 4 3s are 12, 21ൽ 7. ഇനി ഇതിനെ നമുക്ക് 147 എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 1. പിന്നെ എന്ത് ചെയ്യുക? ഇതിനെ പിന്നെയും നമ്മൾ 7 കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 3. അപ്പോൾ ഇത്രയേ അതിന് പറ്റുള്ളൂ. 7 3s are 21. ഇനി 1764 equal to 2 × 2 × 3 × 7 × 7 × 3 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ
2 2 ടൈം ഉണ്ട്, 3 2 ടൈം ഉണ്ട്, 7. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1764 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 7 ആണ്. അപ്പോൾ 6 7s are 42. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 42 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4096. 4096നെ എങ്ങനെ ചെയ്യും? 4096 ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 2 സാർ 40 4 2 സാർ 8 16ൽ 8. 2 കൊണ്ട് 1 0 2 4. 2 കൊണ്ടാവുമ്പോൾ 5 2 സാർ 10 1 2. 2 2 സാർ 4 10 1 റിമൈൻഡർ 11ൽ 5 2 സാർ 10 6. ഇനി 2 കൊണ്ടാവുമ്പോൾ 1 2 8. 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 4. ഇനി 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 2 സാർ 6 32. 1 6. ഇനി 2 കൊണ്ട് ചെയ്യുമ്പോൾ അവിടെ 8. 8 എന്ന് പറയുന്നത് നമുക്ക് 8നെ എങ്ങനെ ചെയ്യണി? 2 4 2 2 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ നമ്പർ 4096 എന്ന് പറയുന്നത് എത്ര 2 ആണ്? 1 2 3 4 5 6 7 8 9 10 11 12. 2 3 അപ്പോൾ 12 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 2 എഴുതിയാൽ മതി. രണ്ടെണ്ണത്തിൽ നിന്നല്ലേ ഒന്ന് എഴുതും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4096 എന്ന് പറയുന്നത് 4 4 16 16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 64. അപ്പോൾ ഇതിൻ്റെ ആൻസർ 64 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7744. 7744 എന്ന് പറയുമ്പോൾ ഇത് ഈവൻ നമ്പറിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 2 കൊണ്ട് തന്നെ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. 3 2s are 6 6 70 70 എന്ന് പറഞ്ഞാൽ 8 2s are 16. പിന്നെയും 1 റിമൈൻഡർ 14ൽ 7 7 2s are 14 2. ഇനി ഇവിടെ 2 കൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ 1 18ൽ 9 3 2s are 6 12ൽ 6. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 2s are 18 13ൽ 6 2s are 12 1 റിമൈൻഡർ 8 2 4 ഇവിടെ നമുക്ക് 16ൽ 8 4 2 2 4 2 1 2 1 121 121 വന്നു കഴിഞ്ഞാൽ ഇത് 11 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. 11 11s 121. അത് എന്തായാലും അറിയണം. 11 ഇൻറ്റു 11 വേറൊരു നമ്പർ കൊണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 11 ഇൻറ്റു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 121. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിൽ 1 2 3. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 7744 എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരിക? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 11 ഇത്രയാണ് ഉള്ളത്. അതായത് 2 2 2 11 8 8 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 88. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 88 ആണ്. ഇനി 9604 9604. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2s are 8 16ൽ 8 0 2 2 4 0 1. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് എത്ര, അതായത് ഇതിപ്പോൾ നമുക്ക് 2 കൊണ്ട് പറ്റില്ല, ഓഡ് നമ്പറാണ്. 3 കൊണ്ട് പറ്റുമോ നോക്കാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 3s are 24. 3 കൊണ്ട് പറ്റില്ല. പിന്നെ 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റില്ല. ഇനി 7 ചെയ്ത് നോക്കാം. 7 3s are 21. 21 ഇവിടെ എത്ര റിമൈൻഡർ വന്നു? നമുക്ക് 30. 30ൽ 7 4s are 28. 28 കിട്ടിയ 2 റിമൈൻഡർ 21ന് 7 3s are 21.
ഇനി ഈ 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബാണ്. 7 × 7 × 7 ആണ് 343. അങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് അറിയണം. 49 × 7 63, 6 28 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34. അപ്പോൾ 7 ക്യൂബാണ് എന്ത് 340. അപ്പോൾ ഇവിടെ നമ്മൾ 7 കൊടുത്തു. ഇവിടെ എന്താണ് വരിക 49. ഇവിടെ 7, ഇവിടെ 7. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് ഉള്ളത്. √9,604 എന്ന് പറയുന്നത് 2 × 7 × 7. അപ്പോൾ 14 × 7. 14 × 7 എന്ന് പറഞ്ഞാൽ 28 to 9. 98 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. ഇനി അടുത്തത് 5929. നമുക്ക് 3 കൊണ്ട് പറ്റുമോ എന്നുള്ളത് ആദ്യം നോക്കാം. 3 കൊണ്ടാവുമ്പോൾ 3 1 ഇവിടെ 29 9 3s 27. പിന്നെ ഇവിടെ 2 ഉണ്ട്. 22 7 3s 21 19 പറ്റില്ല. അപ്പോൾ ഇവിടെ 5929 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 7 കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കാം. 7 7s 49 ഇല്ലേ? 7 കൊണ്ടാണെങ്കിൽ 7 7 7s 7 8s 56. 32 എത്ര ടൈം പോവും? 7 4s 28. 49 28 32 ആണല്ലോ ഉള്ളത്. 32 അപ്പോൾ 4 49 7. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇത് ഏത് നമ്പർ കൊണ്ട് പോവും? 3 കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കാം. 3 കൊണ്ടാവുമ്പോൾ 2 6 24 ഇല്ല, 3 കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് പറ്റും. 9 കൊണ്ടും പറ്റും തോന്നുന്നില്ല. 9 കൊണ്ടാവുമ്പോൾ 31 37 ആണ് വരിക. അപ്പോൾ അതിൽ പറ്റില്ല. 7 കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കാം. 1 14 2 7. അപ്പോൾ 1 ഇവിടെ 121 ആണ് വരുന്നത്. 1 7 14 2 × 7 40. ഇനി അടുത്തത് 11. അപ്പോൾ √5929 എന്ന് പറയുന്നത് 7 × 11 = 77. ഇനി 9216 ഇതിൽ 6ലാണ് അവസാനിക്കുന്നത്. അത് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 2s 8. 12 6. ഇവിടെ 12 ആയി. 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ 0 കൊടുക്കുക. 16 8. 8 2s 16. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 2s 4. 3 2s 6 0 4. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 5 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 2s 10. 15 7 2s 14. 12 6. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2s 4. 17 8 2s 16. 1 റിമൈൻഡർ 16. 2 1 4 4 2 7 2. 2 കൊണ്ട് 3 2s 6. 12 36. 2 1 8 18. 18 എന്ന് പറയുമ്പോൾ 18 നമുക്ക് എങ്ങനെ എഴുതാം? 2 9 3 3. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ √9216 = എത്ര? 2 2 2 × 2 × 2 × 3. ഇപ്പോൾ 2 2 എടുക്കുക. 1 2 3 4 5 2. 5 2 ഒരു 3. 5 2 എന്ന് പറയുമ്പോൾ നമുക്ക് 32 ആയിരിക്കും. 2 2s 4. 4 2s 8. 8 2s 16. 16 × 2 എന്ന് പറയുന്നത് 32. 32 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 96. ഇനി അടുത്തത് 529 ആണ്. അതിൽ ഇപ്പോൾ അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. വേറെ ഒരു അതായത് 23 × 23 ആണ് 529. വേറെ ഒരു നമ്പർ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ 529 എന്ന് പറയുന്നത്
23 ഇൻറ്റു 23 ആണ്. അപ്പോൾ 529. ഇവിടെ നമുക്ക് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. = 23. അപ്പോൾ √529 എന്ന് പറയുന്നത് എത്രയാണ്? 23. ഇനി 8100. ഇതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇത് 0യിലാണ് അവസാനിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ടും ചെയ്യുക. ഇവിടെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 6, 21ൽ 7. 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 9 3s are 27 യൂണിറ്റ്. ഇവിടെ 300 വന്നു. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 50. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 25. 5 ഇത്രയാണ് വരുന്നത്. അപ്പോൾ √8100 എന്ന് പറയുന്നത് 3 2 ഇൻറ്റു 5. അപ്പോൾ 9 ഇൻറ്റു 10 90. അതായത് 9s are 81. 2 0 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരു 0 ആയിട്ട് വരും 90. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.